തല തോർത്തിക്കൊണ്ട് കുളിച്ചിറങ്ങിയപ്പോഴാണ് ബെഡിൽ എടുത്തു വെച്ചേക്കുന്ന ബ്രൗൺ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടും കണ്ടത്. സായുജ് ഒരു ചിരിയോടെ അതെടുത്തണിഞ്ഞു. കണ്ണാടിയിൽ നോക്കി മുടിച്ചീകുമ്പോൾ അവൻ കഴിഞ്ഞുപോയ നാളുകളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. പലതും മാറി, സാഹചര്യവും ജീവിതവും ചുറ്റുമുള്ളവരും എല്ലാം മാറ്റമില്ലാതെ തുടരുന്നത് നീ മാത്രമാണ്. സായുജ് കണ്ണടച്ച് ഇടനെഞ്ചിൽ ഒന്ന് തൊട്ടു. നിമ്മി കണ്ണുനീരോടെ അമർത്തി ചുംബിച്ച ചൂടിപ്പോഴും നിലകൊള്ളുന്നത് പോലെ. അന്നവളെ ഇറക്കിക്കൊണ്ടുവരാൻ പോകുമ്പോൾ കണ്ണു നിറച്ച് മാപ്പ് പറയുന്നവളെ ഒരു ഞെട്ടലോടെയാണ് നോക്കിയത്. ഇരുട്ടുകാരുടെ വെറുപ്പിനുമേലെ കെട്ടിപ്പടുത്തൊരു ജീവിതം നമുക്ക് വേണ്ട ജിത്ത് എന്നവൾ പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ ഇനിയും തന്നെ കൊണ്ടാവില്ലായിരുന്നു. വാശി പിടിച്ചു. ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങി വന്നില്ലെങ്കിൽ പിന്നെ സായുജ് ഉണ്ടാവില്ല എന്നവളോട് വാശി പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ വാശിയിൽ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും ഇറങ്ങി വരാൻ ഒരുങ്ങുന്നവളെ തടഞ്ഞു. മരിക്കുമെന്ന് ഭീഷണി. നമുക്ക് ഈ ജന്മം ഒരുമിക്കാൻ വിധിയുണ്ടാവില്ല ജിത്ത്. അടുത്ത ജന്മം നിംസ് ജനിക്കുന്നെങ്കിൽ അത് ജിത്തിൻ്റെ പെണ്ണായിട്ടാവും. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പെണ്ണവൻ്റെ നെഞ്ചിൽ ആർത്തലച്ച് വീഴവേ സായുജും അവളെ അത്രയും ശക്തിയിൽ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഇനിയൊരു അകൽച്ചക്ക് തന്നെ കൊണ്ടാവില്ല എന്ന് പറയാതെ പറയുന്നത് പോലെ. എന്നിട്ടും അവൾ തന്നിൽ നിന്നകന്നു. ജിത്തുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കവിളിലേക്കിറ്റി വീണു. എവിടെയാ പെണ്ണെ നീ? എല്ലാവരെയും ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്നെ ഒന്ന് ഓർത്തതുകൂടിയില്ലേ? ജിത്തുവേട്ടാ, ഇതെന്തോർത്തു നിൽക്കുക? പിന്നിൽ നിന്ന് ശബ്ദം കേട്ടതും സായുജ് പെട്ടെന്ന് മുഖം അമർത്തി തുടച്ച് തിരിഞ്ഞു നോക്കി. ചെറുതായി വീർത്തുന്തിയ വയറുമായി കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പ്രിയ. നീ റെഡിയായില്ലേ? സായുജ് അവളുടെ മുഖത്ത് നോക്കാതെ ടേബിളിൽ എന്തോ പരതുന്നത് പോലെ കാണിച്ചു. പ്രിയയുടെ മുഖം വീർത്തു. കണ്ണിൽ നിന്ന് കണ്ണുനീർ മുഴുവനായി തുടച്ചു കളഞ്ഞിട്ട് നോക്ക്. അപ്പോൾ കാണും ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോന്ന്. അവനെ ശക്തിയിൽ അവളുടെ നേരെ തിരിച്ച് പ്രിയ കണ്ണുരുട്ടിയതും സായുജിൻ്റെ ചുണ്ടിൽ ചെറുചിരി നിറഞ്ഞു. മുഖം വീർപ്പിച്ച് നിൽക്കുന്ന പെണ്ണിൻ്റെ കവിളിൽ ചെറുതായൊന്ന് കുത്തിയവൻ. എൻ്റെ പീയുക്കുട്ടിയുടെ ദേഷ്യം. മുഖം കാണാൻ എന്താ ചെയ്യല്? കളി പറഞ്ഞിട്ട് മുഖം കയറ്റി പിടിച്ചിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. അവളുടെ നെറുകയിൽ തലോടുമ്പോൾ സായുജിൻ്റെ ഉള്ളം അവളോടുള്ള സ്നേഹത്താൽ വിങ്ങി. പ്രിയക്ക് ചിരി വന്നു. ഉള്ളിൽ അടക്കി. മതി വേഗം റെഡിയായിക്കേ. ആലോചിച്ചനും പാച്ചേട്ടനും ഒക്കെ അവിടെ എത്തിയിട്ട് കുറേയായി. ദേ വരുന്നു. നീ അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. പ്രിയ ധൃതിയിൽ ഇറങ്ങാൻ തിരിഞ്ഞു നടന്നെങ്കിലും പെട്ടെന്ന് നിന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി. താൻ തിരിഞ്ഞതും ആ മുഖത്ത് വീണ്ടും കഴിഞ്ഞകാല ഓർമ്മ കടന്നു വന്നിട്ടുണ്ട്. എന്തിനാ നിമ്മി ചേച്ചി ജിത്തുവേട്ടനെ വിട്ടുപോയെ? മൗനമായി ഓർക്കെ നിമ്മിയോട് പ്രിയക്ക് ദേഷ്യം തോന്നി. പിന്നെ വയറിലേക്ക് കൈ ചേർത്തൊന്ന് നിശ്വസിച്ച് സായുജിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. പ്രിയ നിശ്വാസത്തോടെ പുറത്തേക്ക് നടന്നു. അലോഷിയുടെ കയ്യിലിരുന്ന് സേറപ്പെണ്ണ് കുണുങ്ങുന്നത് കാണെ പാർത്തിയുടെ കണ്ണുകൾ തിരിഞ്ഞത് ആ ഒരുവളെയാണ്. 3-4 ദിവസമായി നേരെ ഒന്ന് കാണാൻ കിട്ടിയിട്ടില്ല പെണ്ണിനെ. ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് ആകെ തിരക്കിലായിരുന്നു. അവനൊന്നും അറിയണ്ടല്ലോ. പെണ്ണും പിള്ളയും കെട്ടിപ്പിടിച്ച് ഇരുന്നാൽ മതിയല്ലോ. ബാക്കി വന്ന കേക്ക് സേറപ്പെണ്ണിനും കാത്തുവിനും വായിൽ വെച്ച് കൊടുക്കുന്ന അലോഷിയെ നോക്കി പാർത്തി പല്ല് കടിച്ചു. കാത്തുവിൻ്റെ കയ്യിൽ സുന്ദര കുട്ടപ്പനായി ജെറിക്കുട്ടനും ഉണ്ട്. കാത്തു, അവളെവിടെ? എനിക്കറിയത്തില്ല. കാത്തു ചിരിയോടെ കൈമലർത്തി. അവളുടെ കണ്ണിൽ കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. അതോടെ പാർത്തിക്ക് അപായ സൂചന കിട്ടി. പെണ്ണ് പിണങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉറപ്പായും വരാമെന്ന് പറഞ്ഞിരുന്നതാ. സമയം വൈകി എത്തിയപ്പോൾ പെണ്ണ് ഉറങ്ങിയിട്ടുണ്ട്. അതും റൂം പൂട്ടി. കേക്ക് വേണ്ടേ പാച്ചു? കൊണ്ടുപോയി നിൻ്റെ അമ്മായിയപ്പന് കുട്ര തെണ്ടി മോനെ. കാത്തു കേൾക്കാതെ അലോഷിയുടെ ചെവിയിൽ പാർത്തി അമർഷത്തോടെ പതിയെ പറഞ്ഞു. പെണ്ണിൻ്റെ പിണക്കം എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ കേക്ക്. ഇപ്പോൾ കൊടുക്കാവേ. നിൻ്റെ പപ്പ എവിടെ കത്തുമ്മ? പാർത്തിയോട് പറഞ്ഞ് കാത്തുവിന് നേരെ അലോചിച്ച് തിരിഞ്ഞതും പാർത്തി അവൻ്റെ പുറം നോക്കിയൊന്ന് കൊടുത്തു. ഔഫ്, എൻ്റെ നടു രാവിലെ മുതൽ നടുവിന് നല്ല ശനിയാ. അലോഷി പൊളഞ്ഞുകൊണ്ട് പറയുന്നത് കേൾക്ക് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലും സേറപ്പെണ്ണ് കൈകൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് കുട്ടിക്കുറുമ്പനും തുള്ളുന്നത് കാണെ കാത്തുവും അലോഷിയും പരസ്പരം നോക്കി ചിരിച്ചു. അപ്പോഴും പാർത്തി അവൻ്റെ പ്രിയസഖിയെ തേടി അലയുന്നുണ്ടായിരുന്നു, ഒരു ഭ്രാന്തനെ പോലെ. ജോന്ന കാതിലേക്ക് വന്നു ചേർന്ന് നിശ്വാസത്തിൻ്റെ ചൂട് പോലൊരു സ്വരം. അന്നയുടെ മുഖം ചുവന്നു. ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ അതേപടിയിരുന്നു. പാർത്തി പരുങ്ങലോടെ പിന്നെയും അവളോടൊന്ന് ചേർന്നിരുന്നു. ഓഡിറ്റോറിയത്തിന് പുറത്തൊരു മരത്തിൻ്റെ തണലിലെ ബെഞ്ചിലിരിക്കുവാണവൾ. തങ്ങളെ അറിയുന്നവരൊക്കെ അങ്ങോട്ടേക്ക് നോക്കിയൊരു പുഞ്ചിരി സമ്മാനിക്കുന്നത് കാണെ പാർത്തി ചമ്മലോടെ അവളോട് ചേർന്നിരുന്നു. പെണ്ണെ, ഒന്ന് നോക്ക്. നീങ്ങിരിക്കും അങ്ങോട്ട്. പിന്നെയും ചെവിത്തുമ്പിൽ അവൻ്റെ ശ്വാസം തട്ടിയതും അന്ന ഞൊടിനേരം കൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. അപ്പോഴേക്കും അവളുടെ ഇരുകൈയും പിടിച്ചവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പെട്ടെന്നൊന്നും തിരിയല്ല പെണ്ണെ എൻ്റെ കൊച്ചുങ്ങൾ. കുറച്ചധികം വീർത്തുന്തിയ വയറിൽ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് പാർത്തി കണ്ണുരുട്ടിയതും അതിനേക്കാൾ എഫക്റ്റിൽ അന്നയും അവന് നേരെ കണ്ണു കൂർപ്പിച്ചു.
ഒറ്റ തട്ട് വെച്ച് കൊടുത്തു അവൻ്റെ കയ്യിൽ. അപ്പോഴും നിങ്ങളുടെ കൊച്ചിനാണ് അവിടെ സ്ഥാനം, ഞാൻ ആരുമല്ലല്ലേ? അന്നയുടെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങിയതും പാർത്തി ചിരിച്ചുപോയി. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നെയാണ് പെണ്ണിൻ്റെ സ്വഭാവം മാറുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞറിയാമെങ്കിലും ഇത്രയും ഭീകരമായൊരു വേർഷൻ അനുഭവത്തിൽ വന്നപ്പോഴാണ് അറിയുന്നത്. ഒന്നല്ല രണ്ടാണേ ഉള്ളിൽ. അപ്പോൾ അതിൻ്റേതായ എല്ലാ കൂറ സ്വഭാവങ്ങളും പെണ്ണിനുണ്ട്. അമ്പിയും റെമോയുമാണ് ഉള്ളിലെന്ന് തോന്നും ചിലപ്പോഴൊക്കെ. അമ്മാതിരിയാണ് രണ്ടിൻ്റെയും തുള്ളൽ, അല്ലല്ല നാലിൻ്റെയും തുള്ളൽ. 7-ാം മാസം കഴിഞ്ഞു. അന്നയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടെങ്കിലും തന്നെ ഒന്നും അറിയിക്കാതെ അവൾ ഉള്ളിലൊതുക്കും എന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് തോന്നുന്ന ബുദ്ധിമുട്ടിൻ്റെ പരമാവധി എന്നെയും അറിയിക്കും പെണ്ണ്. പാർത്തി ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണെ അന്നയുടെ മുഖം കൂടുതൽ ചുവന്നു. അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് കൈ വലിച്ചെടുത്ത് അവനെ പിന്നിലേക്കൊന്ന് ആഞ്ഞു തള്ളി പെണ്ണ് താങ്ങിപ്പിടിച്ച് എഴുന്നേറ്റു. എൻ്റെ അന്നമ്മോ, നീ ഒന്ന് ക്ഷമിക്ക്. ഇന്നലെ അത്രയും തിരക്കായോണ്ടല്ലേ, എന്നിട്ടും ഞാൻ ഓടിപ്പിടിച്ച് വന്നതല്ലേ. അപ്പോൾ നീ വാശിക്ക് റൂം പൂട്ടി. നിനക്കറിയോ, ഇന്നലെ എൻ്റെ 3 കാണാതെയും മിണ്ടാതെയും എനിക്ക് ഉറക്കം പോലും വന്നില്ല. വയറും താങ്ങി നടക്കുന്നവൾക്ക് പിന്നാലെ നടന്ന് പാർത്തി പറഞ്ഞതും അന്ന നടത്തു നിർത്തി അവനെ കൂർപ്പിച്ചു നോക്കി. മുഖം വീർത്തുകയറുന്നത് കണ്ടതുമാണ് പാർത്തിക്ക് പറഞ്ഞതെന്താണെന്ന് ബോധം വന്നത്. നാക്ക് കടിച്ചവൻ ചൂണ്ടുവിരൽ കൊണ്ട് തലചൊറിഞ്ഞു. നിന്നെ കാണേണ്ടതില്ലല്ലോ, നീ എപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. പാർത്തി കണ്ണു ചുരുക്കി കൊഞ്ചിയതും അന്ന അവൻ്റെ നെഞ്ചിലൊരു ഇടികൊടുത്ത് മുന്നോട്ട് നടന്നു. പിന്നെയും ഓരോന്ന് പറഞ്ഞ് പിറകെ വരുന്നവനോട് അന്നയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവനോട് വല്ലാത്ത സ്നേഹം തോന്നി. ഉള്ളിൽ കുനിഞ്ഞുകൂടുന്ന പ്രണയം. ആരുമില്ലാത്തവൾക്ക് എല്ലാമായി മാറിയവൻ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ അമ്മയെന്ന മോഹം എനിക്കായി ചാർത്തി തന്നവൻ, ഇന്നെൻ്റെ ജീവനും ജീവിതത്തിനും അർത്ഥമായി മാറിയവൻ. അന്ന, ഒന്ന് ക്ഷമിക്കടി നിന്റെ പാർത്തിയേട്ടനോട്. കണ്ണിലൊളിപ്പിച്ച ചിരിയോടെ മുന്നോട്ട് നടക്കാൻ ആഞ്ഞവളുടെ പിന്നിൽ നിന്ന് പുണർന്ന് പാർത്തി കവിളിൽ മുത്തിയതും അന്ന അവനെ തലചരിച്ചു നോക്കി. പ്ലീസ്. പാർത്തി പാവത്തിനെ പോലെ ചുണ്ടു ചുളുക്കി. ഇരുകൈയും കൊണ്ട് അവളുടെ വീർത്ത വയറിനെ പൊതിഞ്ഞു പിടിച്ചു. തോളിൽ താടി ഊന്നി. അന്നയുടെ ചൊടികൾ വിടരുന്നതിനൊപ്പം കണ്ണുകളും നിറഞ്ഞിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് സങ്കടം വരുന്നു. അതൊളിപ്പിക്കാൻ മുഖം കുനിച്ചു പിടിച്ചു. എൻ്റെ പെണ്ണ് കഴിഞ്ഞില്ലേ, എനിക്ക് ആരുള്ളൂ. പാർത്തി പിന്നെയും കൊഞ്ചൊന്നുണ്ട് അവനെ തലചരിച്ച് നോക്കി ചിരിച്ചു. മനസ്സ് നിറഞ്ഞ ചിരി. പാർത്തിയുടെ അമ്മ ശ്രീദേവിയും അച്ഛൻ ശിവനും എന്തോ സംസാരിച്ച് തിരിയുമ്പോഴാണ് പ്രിയയെ കാണുന്നത്. ശിവൻ പെട്ടെന്ന് അയാളുടെ സഹോദരിയെ നോക്കി. അവരും തൻ്റെ മകളുടെ മാറ്റം നോക്കി കാണുവാണ്. പഴയതിനേക്കാൾ അല്പം കൂടി മെലിഞ്ഞിട്ടുണ്ട് പ്രിയ. ആകെ പൊന്തി നിൽക്കുന്നത് ആ വയറ് മാത്രമാണ്. പ്രിയയുടെ അമ്മക്ക് അവളെ തിരിച്ചു വിളിക്കണം എന്നുണ്ടെങ്കിലും അവൾ അവരോടെല്ലാം കാണിച്ച ചതിയോർക്കെ മനസ്സ് കല്ലാക്കി മുഖം തിരിച്ചു. ശ്രീദേവിയുടെ ഭാവവും അത് തന്നെയായിരുന്നു. ശിവന് പക്ഷേ അവളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നുണ്ടോ, ഓരോന്നും നോക്കി നിന്നോളൂ. ദേവി ദേഷ്യത്തിൽ കുറച്ചുച്ചത്തിൽ തന്നെ പറഞ്ഞ് മുന്നോട്ട് നടന്നതും ശിവൻ തൻ്റെ ആഗ്രഹം മനസ്സിലൊതുക്കി. നിലനിൽപ്പ് നോക്കണമല്ലോ. 3 പേരുടെയും പ്രതികരണം കാണേ പ്രിയയ്ക്ക് എത്ര തടഞ്ഞു വെക്കാൻ നോക്കിയിട്ടും സങ്കടം പൊട്ടി. സംസാരിച്ച് നിന്നിടത്ത് നിന്ന് ആരും കാണാത്തൊരിടത്തേക്ക് മാറി നിന്നവൾ കണ്ണൊപ്പി. തന്നോടവർ കാണിക്കുന്ന അകൽച്ചയും അവഗണനയും താൻ അർഹിക്കുന്നത് തന്നെയാണ്. നിശ്ചയിച്ചു വെച്ച വിവാഹത്തിൻ്റെ അന്ന് ഒളിച്ചോടി പോയവളോട് ഇതിൽ കവിഞ്ഞെങ്ങനെയാണ് അവൻ പ്രതികരിക്കേണ്ടത്? ഓർക്കെ പ്രിയയുടെ കണ്ണു നിറഞ്ഞു. പിയു. പെട്ടെന്ന് സായുജിൻ്റെ ശബ്ദം കേട്ടതും പ്രിയ അവൻ കാണാതെ സാരിയുടെ മുന്താണി കൊണ്ട് മുഖം തുടച്ചു. എങ്കിലും കലങ്ങിച്ചു വന്ന കണ്ണുകളിൽ നിന്നവൻ കാര്യം ഗ്രഹിച്ചിരുന്നു. എന്താടാ? ഒന്നുമില്ല, ഞാൻ വെറുതെ. മുഖത്തൊരു ചിരിവരുത്തി പറയുന്ന പെണ്ണിനെ അലിവോടെ നോക്കിയവൻ. കനത്ത മഴയൊന്നിൽ തൻ്റെ വീട്ടിലേക്ക് അഭയം തേടി വന്ന പെണ്ണിൻ്റെ രൂപം ഇപ്പോഴും കൺമുന്നിൽ തെളിഞ്ഞു വരുന്നു. വന്നേ. അന്ന തിരക്കായിരുന്നു. നിന്നെ വാ. അവളുടെ തോളിൽ പതിയെ പിടിച്ചു നടത്തി. പിന്നെയും അവളുടെ മുഖത്ത് നോക്കി എന്തോ പറയാൻ തുടങ്ങുകയാണെന്ന് എതിരെ വരുന്ന ആരുമായോ കൂട്ടിമുട്ടുന്നത്. പിയു. ഇടിയുടെ ആഘാതത്തിൽ സൈഡിലേക്കൊന്ന് ചെരിഞ്ഞു പോയ പ്രിയയെ ഒന്നുകൂടി അണച്ചു പിടിച്ചു. തല ചിരിച്ചിടിച്ചാണ് നോക്കുമ്പോഴേക്കും സായുജിൻ്റെ ഹൃദയം ഒരു വേള നിശ്ചലമായി പോയിരുന്നു. കണ്ണിന് മുന്നിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ രൂപം നിംസിൻ്റേത് ആണെന്ന് വിശ്വസിക്കാൻ കുറച്ചധികം നിമിഷം വേണ്ടി വന്നു അവനിൽ. സായുജ് കണ്ണിമ ചിമ്മാതെ അവളെ നോക്കി. ഒരു വേള കണ്ണൊന്നടച്ചാൽ മുന്നിലെ രൂപം മാഞ്ഞു പോകുമോ എന്നുപോലും ഭയപ്പെട്ടുകൊണ്ട്. നിച്ചു. അന്നയുടെ ശബ്ദം വിറച്ചുപോയി. ഷാളുകൊണ്ട് മുഖം മറച്ചു നടന്നു. നീങ്ങാൻ തുടങ്ങിയ നിമ്മി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. കണ്ണു നിറച്ച് മുന്നിൽ അന്ന. നിമ്മിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആരും കാണരുതെന്ന് ആഗ്രഹിച്ചതാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരെയും കാണണമെന്ന ചിന്ത ഉള്ളിൽ നിറഞ്ഞപ്പോഴും അവരാരും തന്നെ കാണരുതെന്ന് ആഗ്രഹിച്ചു. അലോഷിയുടെ കുഞ്ഞിൻ്റെ പിറന്നാളാണെന്നും പള്ളിയുടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ എന്നും അറിഞ്ഞതും കാണാൻ ഓടി വന്നതാണ് എല്ലാവരെയും. ഒപ്പം അപ്പച്ചനെ ഒരു നോക്ക് കാണാനും. പക്ഷേ അവൾ തന്നെ കണ്ടിരിക്കുന്നു. നിമ്മിക്ക് വല്ലാത്ത പതർച്ച തോന്നി.
പെട്ടെന്നാണ് നിമ്മിയുടെ കണ്ണുകൾ അന്നയുടെ വയറിലേക്ക് നീണ്ടത്. ഒരു നിമിഷത്തെ ഞെട്ടൽ മാറി അവിടെ അത്ഭുതം വിടർന്നു. നിമ്മി പെട്ടെന്നൊന്ന് മുന്നിലേക്ക് ഓടി വരാൻ തുനിഞ്ഞതും അന്ന കൈയെടുത്ത് വിലക്കി അവളെ. മുഖമാകെ ചുവന്നു പോയിരുന്നു അന്നയുടെ. അന്നെ, എന്തിനാ വന്നേ? ഒളിച്ചോടി പോയതല്ലേ? ഇനിയും വേണ്ട, പൊക്കോ പോ. അന്നയുടെ ഉള്ളിലെ ഹോർമോണിൻ്റെ കളി അവളെക്കൊണ്ട് എന്തെല്ലാമോ പറയിച്ചു. അവളുടെ അടുത്തേക്ക് വരുന്ന നിമ്മിയെ പിന്നിലേക്ക് തള്ളുമ്പോൾ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓർമ്മ വെച്ച നാൾ മുതൽ തുണയായി ഒപ്പം കൂടിയവളാണ്, തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷം പോലും വ്യക്തമായി അറിയുന്നവൾ. എന്നിട്ടും അവളുടെ കാര്യം വന്നപ്പോൾ അവൾ തന്നോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. എല്ലാം ഉള്ളിലൊതുക്കി. അതിനർത്ഥം താൻ അവൾക്ക് ആരുമല്ലെന്നല്ലേ? ഇപ്പോഴും അതെ, ആരും കാണാതെ തിരികെ പോകാൻ നിന്നതല്ലേ? അന്നയുടെ കവിളുകൾ വിറച്ചുപോയി, ദേഷ്യവും പരിഭവവും കൊണ്ട്. അന്ന! നിമ്മി കരച്ചിലോടെ അവൾക്കടുത്തേക്ക് വന്നതും അന്ന പിന്നിലേക്ക് മാറിക്കളഞ്ഞു. അന്നയെ തിരക്കി വന്ന പാർത്തി കാണുന്നതും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇരുവരെയുമാണ്. നിമ്മി! അവളെ കണ്ട അത്ഭുതത്തിൽ പാർത്തി കണ്ണുകൾ വിടർത്തി. അന്ന നിമ്മിയിൽ നിന്ന് മുഖം തിരിച്ച് പാർത്തിയുടെ നെഞ്ചിലേക്ക് വീണു. നിമ്മിക്ക് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. തൻ്റെ മുഖത്ത് പോലും നോക്കാതെ പാർത്തിയോട് എന്തെല്ലാമോ പറഞ്ഞ് കരയുന്ന അന്നയെ കാണി നിമ്മി പിന്നെയും അവിടെ നിൽക്കാതെ തിരിഞ്ഞു നടന്നു. വേഗത്തിൽ പുറത്തേക്കിറങ്ങാൻ നോക്കുമ്പോഴാണ് ആരുമായോ കൂട്ടിമുട്ടിയത്. നിമ്മിയുടെ കണ്ണുകൾ ഞെട്ടലോടെ മീഞ്ഞു. തൊട്ടുമുന്നിൽ തൻ്റെ പ്രാണൻ. ഒറ്റൊരു നേരത്തിനു ശേഷം ഞെട്ടൽ പയ്യെ അകന്നതും തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ നിമ്മിയും നോക്കി കാണുകയായിരുന്നു. പഴയ തൻ്റെ ജിത്തിൽ നിന്നവൻ ഏറെ മാറിയിരിക്കുന്നു. ജിത്ത്! തൊണ്ടയിൽ നിന്നൊരു കാറ്റിൽ കവിഞ്ഞ് മറ്റൊരു ശബ്ദവും പുറത്തു വരുന്നില്ല. ആരാ ജിത്തേട്ടാ ഇത്? പെട്ടെന്നാണ് നിമ്മിയുടെ കണ്ണുകൾ പ്രിയയിലെത്തിയത്. പ്രിയയെ പൊതിഞ്ഞു പിടിച്ചേക്കുന്ന സായുജിൻ്റെ കൈകളിലും വീർത്ത വയറിലേക്കും നിമ്മിയുടെ കണ്ണുകൾ തെന്നി നീങ്ങി. ഒരു വേള ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. സായുജും പ്രിയയുടെ ചോദ്യത്തിലാണ് ബോധത്തിലേക്ക് വന്നത്. ഞൊടിനേരം കൊണ്ടവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. പറഞ്ഞാൽ നീ അറിയും പിയു, ഇതാണ് നിമ്മി വർഗീസ്, അന്നയുടെ തോഴി. സായുജിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന പരിഹാസം നിമ്മിക്കുമേൽ ഏറ്റ പ്രഹരം തന്നെയായിരുന്നു. അവളുടെ നെഞ്ചു വിങ്ങി. പ്രിയയ്ക്ക് ആദ്യമേ ആളെ മനസ്സിലായിരുന്നു. എങ്കിലും അപ്പോൾ മാത്രം മനസ്സിലായതുപോലെ ഓ എന്നൊരു ഭാവത്താൽ തലകുലുക്കി. അന്നച്ചേച്ചി എപ്പോഴും പറയായിരുന്നു. പ്രിയ ചിരിച്ചു. നിമ്മിയുടെ മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും അത് വികൃതമായി പോയിരുന്നു. പ്രിയയുടെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂര ചുവപ്പും ചേർത്തണച്ച് പിടിച്ചേക്കുന്ന കൈകളും നിമ്മിയെ ഉടലോടെ ചുട്ടുകൊല്ലാൻ അതുതന്നെ ധാരാളമായിരുന്നു. എനിക്ക് നല്ല കാലുവേദനയുണ്ട്. ഏട്ടൻ അമ്മയുടെ അടുത്തേക്കൊന്ന് ആക്കിത്താ. ഉച്ചക്കുള്ള മരുന്നും കൊടുത്തില്ല. പ്രിയാവൻ്റെ കയ്യിൽ കൈചേർത്ത് പതിയെ നടന്നു തുടങ്ങി. സായുജിൻ്റെ കണ്ണുകൾ ഒരു വേള തറഞ്ഞു നിൽക്കുന്ന നിമ്മിയിലേക്ക് പോയെങ്കിലും പിന്നീട് മുഖം തിരിച്ച് പ്രിയക്കൊപ്പം മുന്നിലേക്ക് നടന്നു. ചേർന്ന് നടക്കുന്ന രണ്ട് രൂപത്തിന് മങ്ങലേറ്റു. കണ്ണുനീർ പാടകെട്ടിയ കണ്ണുകളോടെ നിമ്മി ആ കാഴ്ച പിന്നെയും നോക്കിക്കണ്ടു. സായുജ് പ്രിയയെ കൊണ്ട് ചേറിലിരുത്തി ഇറങ്ങിപ്പോയതാണ്. കാലിൽ ആകെ ഒരു തരിപ്പ്. പ്രിയ കാലുയിഞ്ഞു. കുറച്ച് മാറി നിന്ന് അവളുടെ അമ്മ അത് കണ്ട് അവൾക്കടുത്തേക്ക് പോകണമെന്ന് നനച്ചെങ്കിലും മനസ്സനുവദിച്ചില്ല. ദൂരെ മാറി നിന്ന് തന്നെ ഒരു അപരിചിതയെപ്പോലെ വീക്ഷിക്കുന്ന അമ്മയെയും ശ്രീദേവിയെയും കാണെ പ്രിയയുടെ കണ്ണ് നിറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരൻ ആയവനെ ഒറ്റയടിക്ക് തറയിലിട്ട് ഉരുട്ടാനുള്ള ദേഷ്യം തോന്നി. ചേട്ടനെ തട്ടുന്ന കാര്യമാണോ എൻ്റെ പിയുക്കുട്ടി ഓർക്കുന്നേ? കാതരികിൽ വന്ന് പതിച്ച സ്വരം. പ്രിയ കത്തുന്ന കണ്ണോടെ തിരിഞ്ഞു നോക്കി. ഉഫ്! ഇങ്ങനെ നോക്കലടി, മനുഷ്യൻ കത്തിപ്പോകും. പിന്നെ കെട്ടിയവൻ പോയിന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ചക്കൻ ഉള്ളിയോടെ പറഞ്ഞതും പ്രിയാവൻ്റെ തോളിൽ ശക്തിയിൽ ഒന്നിടിച്ചു. പത്മ ചുണ്ടു ചുളുക്കി നോക്കി. പ്രിയയുടെ നിറഞ്ഞ കണ്ണുകളും തങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെയും അമ്മായിയെയും കാണെ പത്മ പ്രിയയെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ഇനി എന്നാ പത്മ അവരെ നമ്മൾ അംഗീകരിക്കുന്നേ? കൺമുന്നിലുണ്ടായിട്ടും ഓരോ നിമിഷവും അപരിചിതരെ പോലെ. എനിക്ക് വയ്യടാ. ദിവസം കഴിയുന്തോറും നെഞ്ചു പിടയുക. പ്രിയയുടെ കണ്ണുനീർ അവനെ പൊള്ളിക്കുന്നതാണെങ്കിലും പത്മക്ക് മറുപടിയൊന്നും ഉണ്ടായില്ല അവളോട് പറയാൻ. തെറ്റ് ചെയ്തത് താനാണ്. പ്രിയയുടെ വിവാഹം ഉറപ്പിച്ചെന്ന് കേട്ടതും ഏതോ വാട്ട കള്ളെടുത്ത് മോന്തിയത് തൻ്റെ തെറ്റായിരുന്നു. ചെക്കൻ ആരാണെന്ന് പോലും അന്വേഷിക്കാതെ നിശ്ചയത്തിൻ്റെ തലേന്ന് അവളുടെ വീട്ടിൽ രാത്രി വലിഞ്ഞു കയറിയതും അവളോട് ഇറങ്ങി വരാൻ പറഞ്ഞ് കാലു പിടിച്ച് കരഞ്ഞതുമൊക്കെ ആ കള്ളിൻ്റെ പുറത്താണ്. പക്ഷേ വിളിക്കാൻ കാത്തുനിന്നതുപോലെ ഇറങ്ങി വന്നത് അവളുടെ തെറ്റ്. അതിബുദ്ധി കാണിച്ച് രാത്രി സായുജ് ചേട്ടൻ്റെ വീട്ടിൽ പോയി. പട്ടി മോങ്ങുന്ന പോലുള്ള എൻ്റെ കരച്ചിൽ കണ്ടതുകൊണ്ടാവും അന്നവിടെ തങ്ങാൻ ഇടം തന്നു. പക്ഷേ പിറ്റേന്ന് ബോധം തെളിഞ്ഞ് കെട്ടിവിട്ടപ്പോൾ ആണ് അറിയുന്നത് ശരിക്കും ഞാൻ പെട്ടെന്ന്. വിചാരിച്ച പോലെ പെണ്ണ് ഒളിച്ചോടി എന്നറിഞ്ഞ് നിശ്ചയം മുടങ്ങി. പക്ഷെ ചെക്കൻ ഞാനായിരുന്നു എന്ന സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് തലയിലൊരു തേങ്ങ വീണതുപോലെ ആകെ ഒരു കറക്കമായിരുന്നു. അതുമാത്രമോ, പിയൂൻ അന്വേഷിച്ചിറങ്ങിയ മാമൻ തലേന്ന് രാത്രിയത്തെ മഴയിൽ വഴുകി മണ്ണ് ടെസ്റ്റ് ചെയ്ത് കാലൊടിഞ്ഞു കിടന്നത് 2 മാസമാണ്. അതോടെ വീട്ടിൽ നിന്നും ഞാനും അവളും ഔട്ടായി. അവസാനം ശരണം സായുജ് ചേട്ടൻ തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ മാസം 9ആയി. പ്രിയ 6 മാസം ഗർഭിണിയും. എന്നിട്ടും അമ്മായി ഇപ്പോഴും മാമൻ്റെ കാലൊടിഞ്ഞ കഥ പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ കയറ്റില്ല.
അമ്മയും അച്ഛനും അതെ, അമ്മായിയും മാമനും മിണ്ടുന്നത് വരെ അങ്ങോട്ടേക്ക് പോകാനും വിലക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് കൂടെ കൂടിയതോടെ ഉള്ളിൽ ജീവിക്കണമെന്ന കൊതി വന്നിരുന്നു. എഴുതിയെടുക്കാത്ത സപ്ലിയൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് അന്തസ്സായി ഇപ്പോൾ അലോഷിക്കൊപ്പം അവൻ്റെ വലങ്കയായി ജോലിക്ക് പോകുന്നുണ്ട്. പത്മ ഒന്ന് നിശ്വസിച്ച് കണ്ണുകൾ താഴ്ത്തി പെണ്ണിനെ നോക്കി. കണ്ണുനീർ തോർന്നിട്ടും തന്നിലേക്ക് മാത്രം പറ്റിച്ചേർന്നിരിക്കുന്ന പെണ്ണിൻ്റെ നെറ്റിയിൽ സ്നേഹത്തോടെ മുത്തുമ്പോൾ അത് കണ്ടുനിന്ന പ്രിയയുടെ അമ്മയും ദേവിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഉള്ളിലെ പരിഭവം അലിഞ്ഞു തുടങ്ങിയിരുന്നു ഇരുവരുടെയും. 2 പേരാ വയറിലേക്ക് കൈചേർത്ത് വെച്ചിരിക്കുന്ന നിമ്മിയോട് അന്ന പറഞ്ഞു. നിമ്മിയുടെ കണ്ണ് നിറഞ്ഞുപോയി. പതിയെ കുനിഞ്ഞ് അവളുടെ വയറിൽ മുത്തി. പാർത്ഥിയും അലോഷ്യം ഇരുവരെയും നോക്കി കാണുകയായിരുന്നു. ഒത്തിരി നേരമൊന്നും അന്നയ്ക്ക് അവളുടെ നിച്ചുവിനോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ല എന്നവർക്കറിയാമായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഗസ്റ്റെല്ലാം പോയെങ്കിലും പാർത്ഥിയുടെയും അലോഷ്യയുടെയും സായുജിൻ്റെയും വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് കൂടാം എന്നത് ഇരുവരുടെയും തീരുമാനമായിരുന്നു. നിമ്മിയും അന്നയും എന്തെല്ലാമോ സംസാരിക്കുന്നത് കാത്തു നോക്കി നിന്നു. അവളുടെ കയ്യിൽ സേറ മയങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, സ്വിച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്. കർത്താവ് കൈവിടില്ല. അന്നയിൽ ആത്മവിശ്വാസമാണ്. മുന്നിലെ സാഹചര്യങ്ങളിൽ പതറി നിന്നവളിൽ നിന്ന് ഇങ്ങനെയൊരു അന്നയെ മാറ്റിയെടുത്തതിൽ അലോഷ്യയുടെയും പാർത്ഥിയുടെയും പങ്ക് ചെറുതല്ല എന്ന് നിമ്മിക്കറിയാമായിരുന്നു. നിമ്മിക്ക് പിന്നെയും എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവളോട്, ജിത്തിനെ പറ്റി, പ്രിയയെപ്പറ്റി, അവരുടെ കല്യാണത്തിനെ പറ്റിയൊക്കെ. പക്ഷെ വേണ്ടെന്ന് വെച്ചു. ഞാൻ അപ്പച്ചനെ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞതും നിമ്മി പതിയെ എഴുന്നേറ്റു. അന്ന അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പാർത്ഥിയും അലോഷ്യയും കാത്തുവും നിമ്മിയെ നോക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. അന്നയുടെ തെളിഞ്ഞ മുഖത്തേക്ക് നോക്കി പാർത്ഥി കണ്ണ് ചിമ്മിയതും അവളും ചിരിച്ചു. അപ്പച്ചനെ കാണണം. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കണം. മറുപടി പറയാൻ സാധിക്കില്ല, എങ്കിലും ചോദിക്കണം. ചിന്തയോടെ നിമ്മി നടന്നെത്തിയത് പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയിലാണ്. മരിച്ചാലും തന്നോട് ചെയ്തതൊന്നും മറക്കില്ല എന്ന് പലയാവർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പച്ചൻ്റെ മരണം വല്ലാതെ തളർത്തിയിരുന്നു തന്നെ. എങ്കിലും വന്നൊന്ന് നേരിട്ട് കാണാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഇനി ഈ നാട്ടിൽ കാലുകുത്തില്ലെന്ന്. അത്രയും മനസ്സ് മടുത്തു പോയിരുന്നു. നിമ്മി കണ്ണടച്ച് ആ കല്ലറക്ക് മുന്നിൽ നിന്നു. ഒരു തുള്ളി ജലം അവളുടെ കവിളിലേക്ക് ഇറ്റി വീണു. തുള്ളിക്കൊരുകുടം എന്നപോൽ പിന്നാലെ ആർത്തലച്ചു വരുന്ന മഴയിൽ നിമ്മി ഒരണു ചലിക്കാതെ അങ്ങനെ നിന്നു. മഴവെള്ളത്തിനൊപ്പം അവളുടെ കണ്ണുകളും നിർത്താതെ പെയ്തു. മനസ്സിനെ ഏറെ മുറിപ്പെടുത്തിയത് അവൻ തന്നെയായിരുന്നു. ഉപേക്ഷിച്ചു പോയ നിന്നെ അവൻ കാത്തിരിക്കും എന്ന് നനച്ചിരുന്നോ നിമ്മി നീ? അവന് നൽകിയ വേദനകളെല്ലാം ഇപ്പോഴും ഉള്ളിലൊതുക്കി അവൻ്റെ ജീവിതം നിനക്കായി പാഴാക്കുമെന്ന് കരുതിയിരുന്നോ? അവളുടെ ബുദ്ധി അവൾക്ക് നേരെ ചോദ്യമുയർത്തി. നിമ്മി കണ്ണുകൾ മുറുക്കി അടച്ചു. പെട്ടെന്ന് മുഖത്തേക്ക് പതിച്ചുകൊണ്ടിരുന്ന മഴത്തുള്ളികൾ നിശ്ചലമായി. പിടപ്പോടെ കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും ഒരു ചൂടവളെ പൊതിഞ്ഞു വന്നിരുന്നു. നിമ്മിയുടെ നിറഞ്ഞ കണ്ണുകളിൽ തിളക്കവും വേദനയും ഒരുപോലെ നിറഞ്ഞു. അപ്പച്ചൻ്റെ കല്ലറയിലേക്ക് മിഴികൾ നട്ട് കുടചൂടി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ജിത്ത്. നിമ്മിക്ക് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നൊന്ന് അലറിക്കരയാൻ തോന്നി. പക്ഷെ പ്രിയയുടെ മുഖം ഉള്ളിലേക്ക് കടന്നു വന്നതും നിമ്മിയുടെ ഹൃദയത്തിൽ നിന്നും പിന്നെയും രക്തം പൊടിഞ്ഞു. എപ്പോഴാ തിരികെ ഫ്ലൈറ്റ്? സായുജിൻ്റെ ശബ്ദം ഒരു ഗർത്തത്തിൽ എന്ന പോലെ അവളുടെ കാതിലേക്ക് അലയടിച്ചു. നിമ്മി അനങ്ങിയില്ല. തന്നെ പറഞ്ഞുവിടാൻ അവന് തിടുക്കമായി. ഓർക്കെ നിമ്മിക്ക് കണ്ണ് പുകഞ്ഞു നേറി. അമ്മയും കൊണ്ട് പോകുന്നുണ്ടോ? സായുജ് തലചരിച്ച് നിമ്മിയെ നോക്കി. കുനിഞ്ഞ ശിരസോടെ കണ്ണുനീർ പൊഴിക്കുന്നുണ്ടവൾ. അവൻ്റെ കണ്ണുകളിൽ അവൾ മാത്രം നിറഞ്ഞു. അതോ ഇവിടെ തനിച്ചാക്കി പോകാനാണോ തീരുമാനം? വീണ്ടും ചോദ്യത്തോടെ സായുജ് അവളെ ഉറ്റുനോക്കി. നിമ്മി കണ്ണുയർത്തി അവനെ നോക്കി. പരസ്പരം അടർന്നു മാറാനാകാതെ കൊരുത്തുപോയ കണ്ണുകൾ ഇരുവർക്കുമുള്ളിൽ വല്ലാത്തൊരു തുടിപ്പ് സൃഷ്ടിച്ചിരുന്നു. ഈ ജന്മം തന്നെ ഞാൻ സ്വന്തമാക്കുക, അടുത്ത ജന്മം വരെ കാത്തിരിക്കാൻ വയ്യാഞ്ഞിട്ടാ. അവൻ്റെ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിനു മുന്നേ സായുജ് നിമ്മിയുടെ നെറുകയിൽ ചുണ്ട് പതിപ്പിച്ചിരുന്നു. നിമ്മി തരിച്ചു നിന്നുപോയി. സ്വപ്നമാണോ? ശീതക്കാറ്റ് കാതിൽ കുത്തി. അല്ല. പതിയെ പതിയെ അവളുടെ ഉടലിനെ ആസ്തി കോജുന്ന തണുപ്പിൽ നിന്ന് അവൻ പൊതിഞ്ഞു പിടിച്ചു. നിമ്മിയുടെ ആർത്തലച്ച കരച്ചിൽ മഴയിൽ മുങ്ങിപ്പോയി. സായുജിൻ്റെ ഹൃദയം പൂത്തു. വീണ്ടും വസന്തകാലത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടവ പൂത്തുവിടർന്നു. എല്ലാവരും ഹാപ്പി, നമുക്ക് മാത്രം അതിനൊന്നും യോഗമില്ല. സായുജിൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന നിമ്മി ഒരു വശത്ത്, അന്നയുടെയും സേറയുടെയും ഒപ്പം കളി പറഞ്ഞിരിക്കുന്ന പാർത്ഥി മറുവശത്ത്. നേരെ നോക്കുമ്പോൾ അലോഷ്യയും കാത്തുവിനോടെന്തോ കൊഞ്ചുന്നുണ്ട്. പത്മ മുഖം കറുപ്പിച്ചു. ശ്രീദേവിയും പ്രിയയും അമ്മയും കേട്ടെങ്കിലും ശ്രദ്ധിക്കാതെ മറ്റങ്ങോ നോക്കി. പ്രിയ സങ്കടത്തോടെ അവനെ നോക്കി. ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ പ്രിയ. എനിക്ക് വലുതെൻ്റെ അച്ഛനും അമ്മയുമാണ്. നിന്നെ കെട്ടിയത് കൊണ്ടാ അവരെന്നോട് പിണങ്ങിയത്. ഇനിയും അവരെ മാറ്റി നിർത്തി നിന്നെ ഒപ്പം കൂട്ടാനാവില്ല എനിക്കെൻ്റെ വീട്ടുകാർ മതി. പത്മ അറ്റുകൈ പ്രയോഗം എന്ന പോലെ ശബ്ദമുയർത്തി. പ്രിയ ഞെട്ടിപ്പോയി. പ്രിയ മാത്രമല്ല അവിടെയുള്ള ബാക്കിയുള്ളവരുടെയും ഞെട്ടിയിരുന്നു. ഡാ
ശിവൻ ചുവന്ന മുഖത്തോടെ അവനെ വിളിച്ചതും പത്മയുടെ ഉള്ളിൽ പ്ലാൻ വിജയിച്ചതുപോലെ ഒരു ചിരി വിരിഞ്ഞു. അവനപ്പോൾ അറിഞ്ഞിരുന്നില്ല അതിൻ്റെ ഭവിഷ്യത്ത്. നീ എന്താടാ പറഞ്ഞത്? ശിവനെ പ്രതീക്ഷിച്ചു നിന്നെങ്കിലും മുഖത്ത് ഒരു അടിയോടെ മുന്നിലേക്ക് വന്നു നിന്ന് ചീറുന്ന ദേവിയെ കാണെ പത്മ തലകുടഞ്ഞു. കവിൾ പുകഞ്ഞു, നീറുന്ന വേദന. അമ്മ. പത്മ ചുണ്ടു ചുളുക്കി. ഇടം കണ്ണിട്ട് പ്രിയയെ നോക്കിയ അവൻ്റെ കണ്ണുകൾ പുറത്തേക്കുന്തി. പ്രിയ അവളുടെ അമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരയുവാണ്. അങ്ങനെ എൻ്റെ മോളെ വേണ്ടാത്തവൻ്റെ കൂടെ ഇനി ഞാൻ ഇവളെ വിടുന്നില്ല. പ്രിയയുടെ അമ്മ കണ്ണുരുട്ടിയതും പത്മ പെട്ടതുപോലെ കണ്ണുമീച്ചു. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അമ്മയും അച്ഛനും മാറി മാറി കണ്ണുരുട്ടിയും തല്ലിയും പ്രിയയെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു പൊട്ടനെ പോലെ പത്മ ആ കാഴ്ച നോക്കി നിന്നു. പാർത്തിക്കും അലോഷിക്കും ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിയു, എനിക്കൊന്ന് കേൾക്കേണ്ടെന്ന് പറഞ്ഞേക്കമ്മ. ശ്രീദേവിയുടെ നെഞ്ചിൽ മുഖം പൊയ്ത്തി നിന്നിട്ടാണ് പെണ്ണിൻ്റെ പറച്ചിൽ. വഞ്ചകി. അവളും കാലുവാരി. പത്മ പ്രിയയെ നോക്കി പല്ലുകടിച്ചു. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവുക. അവളെ തിരക്കി ഇനി ആരും അങ്ങോട്ടേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞേക്ക് പാച്ചു. ശിവൻ അതോടി പറഞ്ഞ് പ്രിയയും കൊണ്ട് ഇറങ്ങിയതും പത്മയുടെ മുഖം കാറ്റയിച്ചു വിട്ട ബലൂൺ പോലെയായി. പാർത്തിയും അന്നയും പൊട്ടിച്ചിരിച്ചു. മാലപ്പടക്കം പോലെ കാത്തുവിൻ്റെയും അലോഷിയുടെയും ചിരി കൂടി ഉയർന്നതും പത്മ നിരാശയോടെ താഴെ ഇരുന്നു പോയി. ഇപ്പോഴേ തളരാതെ തന്നെയാ. നിനക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും എന്തൊക്കെ ഇവളുമാരുടെ അടവ് കാണാൻ കിടക്കുന്നു. അലോഷി പത്മയുടെ തോളിൽ തട്ടിയതും കാത്തു അലോഷിയുടെ വയറു നോക്കി ഒരടി കൊടുത്തു. അന്ന പാർത്തിയെ കൂർപ്പിച്ചു നോക്കി. എനിക്കിങ്ങനെ ഒരഭിപ്രായമില്ല. പാർത്തി നിഷ്കളങ്കനായി. അന്ന ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു. നിമ്മിയും സായിജും ഇതെല്ലാം നോക്കി ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ അവളെ എങ്ങനെ ഇണക്കും എൻ്റെ ദൈവമേ? പത്മ തലയിൽ കൈവച്ചതും വീണ്ടും അവിടെ പൊട്ടിച്ചിരി ഉയർന്നു. അവർ ജീവിക്കട്ടെ, ഇതേ ചിരിയോടെ, ഇതേ സന്തോഷത്തോടെ, ഇതിനേക്കാൾ കാതലോടെ.